സുമേ, എടി സുമേ. ആ, ഈ ഫോൺ കണ്ടിട്ട് എനിക്ക് ചെവി കേൾക്കുന്നില്ലേ? ഒന്നെങ്കിൽ ഫോൺ എടുക്ക്, അല്ലെങ്കിൽ അത് സൈലന്റ് ആക്കി വെക്ക്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാ? ആരെയാണ് നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? തെക്കേലാണെന്ന് അറിയാമേന്ന് തോന്നുന്നു. അയ്യോ, അതെടുക്കല്ലേ. കട്ടായി പോയോ? എന്നാ പിന്നെ നിനക്ക് ആ കോളം എടുത്ത് സംസാരിച്ചൂടെ? ഓ, പൊട്ടുകുളത്തെ മേരിയുടെ വീട്ടിൽ വെച്ച് സഹോദരിമാരുടെ മീറ്റിംഗ് നടക്കുക. അതിന് കാണാത്ത നയിക്കണമെന്ന് വിളിക്കുന്നത്. പഴയപോലെ എന്നാണല്ലോ മീറ്റിംഗ്? നീ എന്താ പോകുന്നേ? അതേ, ഈ വരുന്ന ശനിയാഴ്ചയില്ലേ നമ്മുടെ കട്ടപ്പനയിലെ കുട്ടമാമന്റെ മോനെ. അതിന് ഒരു ചുരിദാർ വാങ്ങിച്ചാലും നിങ്ങളോട് ഞാൻ 2 ആഴ്ചയായിട്ട് പറയല്ലേ. എന്നിട്ട് വാങ്ങിച്ചു തന്നോ? ഇല്ലല്ലോ. ഞാനേ ഒരു അടിപൊളി ഡ്രസ്സ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് വരുമെന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ്. ഓ, അപ്പൊ അതാണ് കാര്യം. ദേ സുമേ, സിദ്ധിയായ കാര്യത്തിലൊന്നും പാർത്താൻ കൊടുക്കുമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ആ മേരിക്ക് ഇച്ചിരി പത്രാസ് പുള്ള വലിയ പുള്ളിയാന്ന് വിചാരം. അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ മോൻ വാങ്ങിച്ചു കൊടുത്ത് 5000 രൂപയുടെ സാരി എടുത്തെന്ന് വന്നിട്ട് എന്നെ ഒരു നോട്ടം. ഞാൻ അന്നേ ഉറപ്പിച്ചതാ അവളെ കടത്തി വിട്ടത്. ഞാൻ മുറിയതേക്കുന്നു നല്ല ഒന്നാന്തര സാധനം തോന്നേ. അല്ല, പ്രാർത്ഥനയ്ക്ക് ചെല്ലാത്ത കാരണം ചോദിച്ചാൽ നീ എന്ത് പറയും? അതിനാണ് വഴിയില്ലാത്ത. ഈ സുമ ആരാന്നാ നിങ്ങൾ വിചാരിച്ചത്? എന്റെ സുമേ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതെ, പശുവിനെ മാറ്റിക്കേണ്ട മറക്കണ്ട. ഞാൻ ആ കടയിൽ വരെ പോയിട്ട് വരാം. ആ ശരി അച്ചായ. എന്നാലും എന്തൊരു കാരണം പറയാം. ബാങ്കിൽ വല്ല ആവശ്യത്തിന് പോയെന്ന് പറഞ്ഞാലോ? ഓ, ഇന്ന് ബാങ്ക് അവധിയാണല്ലോ. ഐഡിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ രാത്രി മുതൽ വല്ലാതെ ചുമയും പനിയും കൊണ്ട് ഇതിനൊരു ഫീലില്ല. കുറച്ചുകൂടെ ഫീല് വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ രാത്രി മുതൽ ചുമയും പനിയും ആയതുകൊണ്ട് എനിക്കിന്ന് സഹോദരിമാരുടെ മീറ്റിംഗ് വരാഞ്ഞത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ, ഇത് മതി. ആ, റോസമ്മയായിരുന്നു. ആ, കയറി വാ, ഇരിക്ക്. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. സുമേ, എന്താ നീ ഗ്രൂപ്പിലിട്ടെ? അതെന്റെ ഒരു നമ്പരല്ലേ മോളെ. ഇനി പ്രാർത്ഥനയ്ക്ക് എന്താ വരാനെന്നാലും ചോദിക്കത്തില്ലല്ലോ. ഓ, അപാര ബുദ്ധി തന്നെ. പിന്നല്ലാതെ പിടിച്ചു നിൽക്കൊരു കള്ളത്തിലൊക്കെ വേണ്ട എന്റെ പൊന്നെ റോസമ്മേ. ആ, അത് ശരിയാ. റോസമ്മേ, നീ ഓൺലൈൻ വഴി ഡ്രസ്സ് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? ഓ, എവിടുന്ന്? എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്നേ. ഉള്ളത് പറയാലോ, ഞാനൊരു 5000ന്റെ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടിരിക്കുക. 5000ഓ? അതല്ലേ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകാഞ്ഞത്. 5000 ആയാലല്ല, നല്ല സൂപ്പർ മെറ്റീരിയൽ, നല്ല സൂപ്പർ ഡിസൈനും അല്ലേ. നീ ഇതൊന്ന് നോക്കിക്കേ. ആ, ഇത് കൊള്ളാം. ഇത് 5000-ന് ലാഭം തന്നെ. അതൊന്ന് കിട്ടിയിട്ട് വേണം മേരിയുടെ മുമ്പിൽ ഒരു ഷൈൻ ചെയ്യാൻ. ഓ, നീ അവളുടെ പേര് പറയാൻ സമയം. എനിക്ക് അവളുടെ പേര് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരിക. വലിയ പത്രാസുകാരി. അവളുടെ 2ാമത്തെ മോൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ അവൾ പാസ് ചെയ്തപ്പോ കണ്ട് മുടിയൊക്കെ ഒരുമാതിരി ഫാഷനാണ്. ആണോ? അതൊന്നും നമുക്ക് ചേർന്ന പണിയല്ലെന്നേ. എന്നോടൊക്കെ എത്ര പേര് പറഞ്ഞെന്നറിയാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ബന്ധുക്കോസുകാരാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട്. അതേന്നെ, നമുക്ക് നമ്മുടേതായ ചില മര്യാദകളൊക്കെ ഇല്ലേ. ആ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് പാട്ടുപാടിയ പുതിയതായിട്ട് വന്ന കൊച്ചിനെ നീ ഓർക്കുന്നുണ്ടോ? ആ, ഓർക്കുന്നുണ്ടല്ലോ. അത് നന്നായിട്ട് പാടിയല്ലോ. ആ, പാട്ടൊക്കെ കൊള്ളാം. എടി, അതിന്റെ കാര്യം നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ഒരു ആരാധന. എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. അല്ല റോസമ്മേ, നീ എന്നെ പ്രാർത്ഥനയ്ക്ക് പോവാഞ്ഞേ? ഉള്ളത് പറയാലോ സുമേ, 6 കടത്തിന്മേ കളവാ. ഞാൻ പുതിയൊരു ലോണിന് വെച്ചിട്ടുണ്ട്. അതിന്റെ ആൾക്കാരിന്ന് വരും. പാസ്റ്ററാണ് രാവിലെ തൊട്ട് വിളിയാ പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ. പാട്ടും പ്രാർത്ഥനയായിട്ട് നടന്ന കാര്യം നടക്കണ്ടേ. അപ്പൊ നീ പ്രാർത്ഥനയ്ക്ക് പോകാത്തതിന്റെ കാരണം എന്നാ പറഞ്ഞത്? ഓ, ചെറിയതൊന്നും പറഞ്ഞ് എറിക്കത്തില്ല. പേരപ്പന്റെ മോക്ക് സീരിയസ് ആണെന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് നാളെ ഞാൻ വരത്തളന്ന് ഒന്ന് തട്ടിയിട്ടു. ലിസിയാണല്ലോ വിളിക്കുന്നത്. ഇപ്പൊ എടുത്താൽ ശരിയാവത്തില്ല. കാരണം പ്രാർത്ഥന കഴിഞ്ഞാണ്. എല്ലാരും കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. സുമേ, കൊറിയർ വന്നു. ആ, വന്നോ? ഞാൻ നോക്കി
എടുക്കാഞ്ഞേ? എന്താണ് ലിസി? നിനക്ക് വയ്യെന്ന് പറയാൻ പറഞ്ഞില്ലേ? ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞു. അതിപ്പോ ആകെ കുഴപ്പമായി. നിനക്ക് വയ്യെന്ന് അറിഞ്ഞു നിന്നെ കാണാൻ എല്ലാരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്.